ദ മോസ്റ്റ് കണ്ടസ്റ്റഡ് പീസ് ഓഫ് റിയൽ എസ്റ്റേറ്റ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ജെറുസലേം സിറ്റിയാണ്. ലോകത്തിൽ ഒരു സ്ഥലത്തിന് വേണ്ടിയും ഇത്രമാത്രം യുദ്ധം നടന്നിട്ടില്ല. ക്രിസ്തുവിന് 1000 വർഷം മുമ്പാണ് ദാവീദ് രാജാവ് ഈ ജെറുസലേം സിറ്റി പണി കഴിക്കുന്നത്. യൂദാ ഗോത്രത്തിൻ്റെയും ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെയും ബോർഡറാണ് അതിന് തിരഞ്ഞെടുത്തത്. കാരണം ദാവീദ് രാജാവും സൗൾ രാജാവും 2 ഗോത്രങ്ങളിൽ നിന്നവരാണ്. അപ്പോൾ ബോധപൂർവം സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി, അനുരഞ്ജനത്തിന് വേണ്ടിയാണ് ഈ ബോർഡർ തന്നെ ജെറുസലേം സിറ്റിക്ക് തിരഞ്ഞെടുക്കുന്നത്. മറ്റൊന്നത് ഇത് കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത കൂടുതലായിരുന്നു. പിന്നെ മിലിറ്ററി പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു നാച്ചുറൽ ഫോർട്ടസ് ആണ്, ഒരു കോട്ടയായിരുന്നു. ഇപ്പോൾ എനിമീസിനെ ദൂരത്തു നിന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ സിറ്റിക്ക് ഷാലോം എന്ന പേരിട്ടത്, സിറ്റി ഓഫ് പീസ് എന്ന് പേരിടുന്നത്. പേരിങ്ങനെയൊക്കെ ആണെങ്കിലും 3500 വർഷത്തെ ജെറുസലേം സിറ്റിയുടെ ചരിത്രമെടുക്കുമ്പോൾ അതിൽ ഒരിക്കൽ പോലും ഈ സമാധാനം ഉണ്ടായിട്ടില്ല. 118 മേജർ കോൺഫ്ലിക്റ്റുകൾ, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായി ഇൻസൈഡ്. പിന്നെ 32 അറ്റാക്സ്, പുറത്തുനിന്നുള്ള രാജ്യങ്ങൾ 32 തവണ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു രാജ്യത്തെ. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമാധാനക്കേടുള്ള സ്ഥലമായിട്ട്, അല്ലെങ്കിൽ കണ്ണീരിൻ്റെ നഗരമായിട്ട് ജെറുസലേം മാറി. ഇന്ന് ഈശോ ഈ നഗരത്തെ നോക്കിയാണ് കരയുന്നത്. അതിന് കാരണം പറയുന്നത് ഈശോ കർത്താവിൻ്റെ സന്ദർശന ദിനം അവർ അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ ജീവിതമായിട്ടൊന്ന് ബന്ധപ്പെട്ട് ചിന്തിച്ച് നോക്കിയേ, നമുക്ക് എത്രമേൽ സൗകര്യം ഉണ്ടായിക്കോട്ടെ, പക്ഷേ ദൈവം വന്ന് കയറിയത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അതിനേക്കാൾ വലിയ സങ്കടം എന്താ ഉള്ളത്?